അപ്പോൾ ഗൈസ് നമ്മുടെ ഇവിടെ യമഹയുടെ RX 135 5 സ്പീഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഇൻഡോനേഷ്യൻ ചാമ്പർ കയറ്റിയ ഒരു വണ്ടിയാണ്. ഇതിൻ്റെ സൗണ്ട് ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം. ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോവാം. ഇയറും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ ചെറുതായിട്ടാണെങ്കിലും കുറച്ചധികം വർക്കൊക്കെ ഇതിനുകൊണ്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, ന്യൂട്രൽ കണ്ടുപിടിച്ചു. കൊള്ളാം. പാറി കളിക്കുന്നല്ലേ ഈശ്വര. ഉണ്ട് ഉണ്ട് ഉണ്ട്. വണ്ടിയുടെ മുകളിൽ മേജറായിട്ട് വലിയ മോഡിഫിക്കേഷൻ കാര്യങ്ങളൊന്നും നടത്തിയില്ല. എഞ്ചിനിലെ ട്യൂണിങ്ങിൻ്റെ കാര്യത്തിലൊന്നും വലിയ മോഡിഫിക്കേഷൻ കാര്യങ്ങളൊന്നും നടത്തിയിട്ടില്ല. അപ്പോൾ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നടത്തി. ഒന്ന് ബാക്കിലെ സസ്പെൻഷൻ ഒന്ന് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. അതേമാതിരി ഈ ഒരു ഇൻഡോനേഷ്യൻ 100 വലിയ ചാമ്പർ, അതാണ് ഇതിൻ്റെ ഒരു മെയിൻ കാര്യം. പിന്നെ ബ്രംബോയുടെ ബ്രേക്സ് കയറ്റിയിട്ടുണ്ട്. ക്ലച്ച് ലിവറും അതേമാതിരി ഫ്രണ്ടിലത്തെ ആ ഡിസ്കിലേക്കുള്ള ആ ഒരു സെക്ഷനും അങ്ങനെ തന്നെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബ്രംബോ ആണ് ഇതിൻ്റെ മുകളിൽ ഇപ്പോൾ പവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിൽ. ഓക്കെ, നമ്മുടെ റിയർ ബ്രേക്കൊക്കെ നമ്മളെ സാധാരണമായിട്ട് തന്നെ, ബാക്കിൽ ഡ്രം ബ്രേക്ക് തന്നെയാണ് വരുന്നത്. വീൽസ് രണ്ടും മാറ്റിയിട്ടുണ്ട്. ഫ്രണ്ടിലത്തെയും ബാക്കത്തെയും ടയേഴ്സ് രണ്ടും മാറ്റിയിട്ട് നല്ല ഒരു എന്താ പറയുക ഓഫ് റോഡ് ത്രെഡുള്ള ടയേഴ്സാണ് ഫ്രണ്ടും ബാക്കും ഇട്ടിരിക്കുന്നത്. ഞാനും ഒരു 2 സ്ട്രോക്ക് വണ്ടിയിൽ തന്നെ തുടങ്ങിയ ആളാണ്. TVSൻ്റെ സ്കൂട്ടി പെപ്പില്ലേ, അതിൻ്റെ മുകളിൽ. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ വണ്ടി. അപ്പോൾ RX 135 ആണ്. 4 സ്പീഡാണ്. ആ സ്റ്റിക്കർ നോക്കണ്ട, 4 സ്പീഡ് എഞ്ചിനാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഈ ഒരു ഇൻഡോനേഷ്യൻ ചാമ്പർ മാത്രം, 100 വലിയ ഇൻഡോനേഷ്യൻ ചാമ്പർ എന്നാണ് ഇതിന് ഫുള്ളായിട്ട് മൂപ്പർ പറഞ്ഞത് എനിക്ക്. അപ്പോൾ ആ ഒരു ആയിട്ട് ഇതിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ട്. അതാണ് ഈ ഒരു വണ്ടിയിൽ ടോട്ടലി ഡിഫറൻ്റ് ആയിട്ട് നിൽക്കുന്നത്. അങ്ങനെ അധികം വണ്ടികളിലൊന്നും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. ആരും ഈ ഒരു സംഭവം ഇമ്പോർട്ട് ചെയ്തിങ്ങനെയൊന്നും ചെയ്യുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ എക്സോസ്റ്റേ കണ്ടില്ല, ഒരു ചെറിയ എക്സോസ്റ്റ്. അപ്പോൾ ഒക്കെ വേറെ വലിയ വൈഡറായിട്ടുള്ള മോഡിഫിക്കേഷൻ കാര്യങ്ങളൊന്നും നടത്തിയിട്ടില്ല. ഒന്ന് ഈ 2 ലിവേഴ്സ് മാറ്റിയിട്ടുണ്ട്. ബ്രംബോയുടെ ലിവേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ഫ്രണ്ടിൽ ഡിസ്കിലേക്ക് പമ്പ് ചെയ്യുന്നത് ബ്രംബോയുടെ ഈ ഒരു ഹൈഡ്രോളിക് ലിവേഴ്സാണ്. ഇവിടെ നമ്മുടെ ക്ലച്ചിൻ്റെ ലിവേഴ്സ് ഈ ഒരു ബ്രംബോയുടെ തന്നെ പെയറായിട്ട് വരുന്നതാണ്. അപ്പോൾ ആ ഒരു വർക്ക് ഇതിനോട് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു റേസിംഗ് ഹാൻഡിൽ ഇതിൻ്റെ മുകളിൽ കയറ്റിയിട്ടുണ്ട്. പിന്നെ യൂഷ്വലായിട്ടുള്ള സാധാരണ നോർമലി ഐറ്റംസ് അങ്ങനെയൊക്കെ തന്നെ നമ്മളധികം RX കണ്ട വരെ ഫ്രണ്ടിൽ ഡിസ്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ചെറിയ ചെറിയ മോഡിഫിക്കേഷൻ നടത്തിയിട്ടുള്ളൂ. അപ്പോൾ ഇതേമാതിരി ഏതെങ്കിലും മോഡിഫൈഡ് ആയിട്ടുള്ള ബൈക്സ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴത്തൊന്ന് കമൻറ്റ് ചെയ്യുക. ഞാനൊന്ന് കണക്ട് ചെയ്യാം. നമുക്ക് ഇതേമാതിരി എന്തെങ്കിലും ചെറിയ ചെറിയ വീഡിയോസൊക്കെ നമുക്ക് ഈ ഒരു ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ യൂട്യൂബ് വഴിയൊക്കെ ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കാം. അപ്പോൾ വലിയൊരു ലോഡഡ് ആയിട്ടുള്ള ഒരു ചെറുതൊരു മീഡിയം സൈസിലുള്ള ഒരു എന്താ പറയുക RX 135. അപ്പോൾ ഇതിൻ്റെ 2 ടയേഴ്സ് മാറ്റിയിട്ടുണ്ട്. രണ്ടും ഒരു ഓഫ് റോഡ് കാപ്പബിലിറ്റി ഉള്ള ടയേഴ്സാണ് ബാക്കിലും ഫ്രണ്ടിലും ഇട്ടേക്കുന്നത്. ഫ്രണ്ടിലൊരു 100 സെക്ഷൻ ടയറാണെന്ന് തോന്നുന്നുണ്ട്. അതെ, ഫ്രണ്ടിലൊരു റാൽക്കോ ഗ്രിപ്പോൺ എന്ന് പറയുന്ന ഒരു ടയേഴ്സാണ് ഫ്രണ്ടിൽ കൊടുത്തേക്കുന്നത്. 80 സെക്ഷൻ ആണെന്ന് തോന്നുന്നുണ്ട്. ബാക്കിൽ റാൽക്കോടെ തന്നെ എന്താ കാസ്ഗേഡ് എന്ന് പറഞ്ഞൊരു മോഡൽ 110/90 അങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളൊരു മാർക്കിംഗ് ഉള്ളത്. അത്യാവശ്യം വൈഡായിട്ടുള്ള ടയേഴ്സ് തന്നെയാണ് കേട്ടോ. നല്ല രസമുണ്ട്. വണ്ടി ഒന്ന് ഒതുങ്ങി ഉള്ളിലേക്ക് കയറി നിൽക്കുന്ന വഴിയുണ്ട്. വലിയൊരു വൈഡറായിട്ടുള്ള സിംഗാമ ഒന്നും കൊടുത്തിട്ടില്ല. ഞാൻ ചില വണ്ടികൾ കണ്ടിട്ടുണ്ട് സിംഗാമ കുറച്ചുകൂടി ബാക്കോട്ട് ഇട്ടിട്ട് കുറച്ചുകൂടി വൈഡാക്കി വെച്ചേക്കുന്നത്. ഈ ഒരു വണ്ടീൻ്റെ ഉള്ള അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഒരു 1996 മോഡൽ ബൈക്കാണ് കേട്ടോ. ഞാനത് മാത്രം മൂപ്പരോട് ചോദിക്കാൻ മറന്നു. അപ്പോൾ നമ്മൾ ചോദിച്ചൊന്ന് സെറ്റാക്കിയിട്ടുണ്ട്. 1996 മോഡൽ. അപ്പോൾ ഏകദേശം എണ്ണം കാട്ടി പ്രായമുണ്ട്. ഞാനൊക്കെ 2001 ആണ്. അപ്പോൾ 1996 പുറത്തിറങ്ങിയ ഒരു മോട്ടോർ സൈക്കിളാണിത്. ഓക്കെ, രജിസ്റ്റർഡ് ചെയ്ത് പുറത്തിറങ്ങിയ ഒരു മോട്ടോർ സൈക്കിളാണ്. അതിൻ്റെ മുന്നേ മാനുഫാക്ചർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എണ്ണം കാട്ടി വയസ്സുള്ള ഒരു മൂത്താപ്പയാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേമാതിരി സബ്സ്ക്രൈബ് ചെയ്യാം. ഷെയർ ചെയ്തില്ലെങ്കിലും വേണ്ടില്ല, സബ്സ്ക്രൈബ് ചെയ്തിടുക. എന്നിട്ട് പറ്റുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു ബെൽ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓണാക്കി കഴിഞ്ഞാൽ പുതിയ വീഡിയോസൊക്കെ വരുമ്പോൾ അത് ഇതേമാതിരി ഇങ്ങനെ എന്താ പറയുക നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അപ്പോൾ ഓക്കെ, നിങ്ങളുടെ കൈമിൽ ഏതെങ്കിലും ഇതേമാതിരത്തെ മോട്ടോർ സൈക്കിൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് താഴത്ത് നിന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ മോട്ടോർ സൈക്കിൾ ഈ ഒരു 2 സ്ട്രോക്ക് ആ ഒരു സംഭവം വരുന്ന ഏതെങ്കിലും മോട്ടോർ സൈക്കിൾസ് നിങ്ങളുള്ള ആൾക്കാർ നിങ്ങൾ വേറൊരു വണ്ടി മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങാനും ഈ ഒരു യൂട്യൂബിൽ കയറിയിട്ട് ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ
നിങ്ങൾ ജസ്റ്റ് ഒന്ന് താഴത്ത് കമൻറ്റ് ചെയ്യുക. നമുക്കറിയാമല്ലോ എത്ര ആൾക്കാർ അങ്ങനെ അതേമാതിരിയൊക്കെ വരുന്നുണ്ട്, മോഡിഫിക്കേഷൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ട് എന്നുള്ളത്. അപ്പോൾ RX-ൻ്റെ കുറച്ച് സ്പെയർ പാർട്സും അതേമാതിരി മോഡിഫിക്കേഷൻ ഐറ്റംസൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പിനെ ഞാൻ പരിചയപ്പെടുത്തി തരാം. ചീപ്പറായിട്ട് നമ്മൾ ഇന്ത്യയിൽ എന്താ പറയുക എല്ലായിടത്തേക്കും ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഈ സാധനങ്ങളൊക്കെ എടുത്തിട്ട് കൊറിയർ ചെയ്തിട്ടൊക്കെ കൊടുക്കുന്നുണ്ട് ഐറ്റംസൊക്കെ. അപ്പോൾ അവരുടെ ഒരു ഡീറ്റെയിൽസ് ഞാൻ തരാം. അപ്പോൾ ഓക്കെ, അത് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. ഇവിടെ എന്തൊക്കെയോ കുറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ 4 സ്റ്റോക്ക് വണ്ടികളിലൊന്നും കണ്ടിട്ടില്ലാത്ത മാരത്തെ എന്തൊക്കെയോ ഐറ്റംസ് കുറേ ഉണ്ട്. എനിക്ക് കണ്ടിട്ട് യാതൊരു പരിചയം പോലും തോന്നുന്നില്ല. ഓക്കെ, അപ്പോൾ ഓക്കെ, ഇത്രയൊക്കെ തന്നെയുള്ളൂ. നിങ്ങളുടെ RX നടത്തുന്ന ഏതെങ്കിലും കമ്പനിക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ കൈമിലൊരു സെയിലിനൊരു ബൈക്ക് കൂടി ഉണ്ട്, അതും ഈ അടുത്ത് തന്നെ നമ്മുടെ വീഡിയോയിൽ വരുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഇത് ഹെഡ്ലൈറ്റിൻ്റെയാ, ഇൻഡിക്കേറ്റേഴ്സ് ഓണ്. ഓക്കെ, ബൈ.